ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ്. സ്നേഹം കൊതിച്ചവളിൽ ദൈവം ദിവ്യകാരുണ്യം പതിപ്പിച്ച ആ ഒരു സംഭവം. ഒരു വിശുദ്ധയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ജൂലിയാന ഫൽക്കോണിയേരി. ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ ഉണ്ടായ അസാധാരണമായ ഒരു അനുഭവം വിശുദ്ധ കുർബാനയെ പ്രണയിക്കാൻ നമ്മളെ സഹായിക്കേണ്ട ഒരു കാര്യമാണ്. ദിവ്യകാരുണ്യത്തിലെ സ്നേഹം കൊതിച്ച് ജീവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിശുദ്ധ ഒരുപാട് ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പാപികളുടെ മാനസാന്തരം, രോഗികളുടെ സൗഖ്യം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വെച്ച് വലിയ നീണ്ട ഉപവാസവും പ്രാർത്ഥനയും നടത്തുമായിരുന്നു. അതുമൂലമായിരിക്കാം 70-ാമത്തെ വയസ്സൊക്കെ ആയപ്പോൾ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ദിവ്യകാരുണ്യം പോലും ഇറക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു ദാരുണമായിട്ടുള്ള ഒരവസ്ഥയിൽ അവർ എത്തി നിൽക്കുകയായിരുന്നു. ഇവരാവശ്യപ്പെട്ടതനുസരിച്ച് ഒരച്ഛന് ദിവ്യകാരുണ്യമുള്ള ഒരു അരളിക്ക പോലത്തെ സംഭവം അതുമായിട്ട് ഇവരുടെ മുറിയിൽ വന്നു. ഇവരിങ്ങനെ കിടപ്പ് രോഗിയാണ്, വെള്ളം പോലും താഴേക്ക് ഇറക്കാൻ പറ്റാത്ത ആ ഒരവസ്ഥ. എങ്ങനെയെങ്കിലും ദിവ്യകാരുണ്യം ഇറക്കാമായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു അവർക്ക്. അതുപോലും പറ്റാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഈ ജൂലിയാന ഫൽക്കോണിയേരി ആവശ്യപ്പെട്ടൊരു കാര്യം, അച്ഛാ ഞാൻ അതിലൊന്ന് തൊട്ടോട്ടെ. അതുപോലെ ദിവ്യകാരുണ്യ സ്നേഹം കൊതിച്ചൊരു വ്യക്തിയായിരുന്നു. അച്ഛൻ പറഞ്ഞു, നോ, തൊടാൻ പാടില്ല. വേണേ അന്നത്തെ നിയമോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കാം അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവൾ കെഞ്ചി പറഞ്ഞു, എന്നാൽ ഞാൻ തൊടുന്നില്ല. എൻ്റെ നെഞ്ചത്ത് ഒരു വെള്ളത്തുണി വിരിച്ച് ആ ദിവ്യകാരുണ്യം എൻ്റെ നെഞ്ചത്തൊന്ന് വെക്കാവോ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛനത് നിരസിക്കാൻ പറ്റിയില്ല. ഓക്കെ, അത് ചെയ്യാം. അവർ വേഗം ആ മുറിയിലൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരാൾ കൊണ്ടുവന്ന് ഒരു വെള്ളത്തുണിയിട്ട് അച്ഛൻ ആ തുണിയുടെ മുകളിൽ ഈ ദിവ്യകാരുണ്യം വെച്ചു. അവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതിലെ ദിവ്യകാരുണ്യം കാണാനില്ല, അപ്രത്യക്ഷമായി. മാത്രമല്ല, ജൂലിയാന ഫൽക്കോണിയേരി ഒരു ആത്മീയ നിർവൃതിയിലേക്ക് പോയി, സമാധിയിലേക്ക് പോയി. പിന്നീട് അതിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഇതിനുശേഷം അവരെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ്, ഇവരെ ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്യുന്ന ആ ബോഡി ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലായൊരു കാര്യം, അവളുടെ ഇടത്തെ സ്ഥാനത്തിൽ ഈ ദിവ്യകാരുണ്യം പതിപ്പിച്ചതുപോലെ ഇരിപ്പുണ്ട്. അപ്പം എങ്ങോട്ടാണ് അത് പോയത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു അത്ഭുതമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജൂലിയാന ഫൽക്കോണിയേരിയുടെ ശരീരത്തിൽ ദിവ്യകാരുണ്യം ദൈവം പതിപ്പിച്ചത്. സ്നേഹം കൊതിച്ചപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യം ചെറിയ കാര്യമല്ലോ ആണോ? ദൈവം ദിവ്യകാരുണ്യം അവളുടെ സ്ഥാനത്തിൽ പതിപ്പിച്ചു കൊടുത്തു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദിവ്യകാരുണ്യം എന്തൊരത്ഭുതം. ഈ ഒരു സംഭവത്തിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. AD 700 ഉണ്ടായ ഒരു ലാൻസിയാനോ സംഭവം. അവിടെയും പല ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഒക്കെ ആ ദിവ്യകാരുണ്യത്തെ പഠിച്ച, എന്ന് പറഞ്ഞാൽ മാംസമായി രക്തമായി മാറിയ ഓസ്തിയും വീഞ്ഞും അതേക്കുറിച്ച് പഠിച്ച അവർ സൂചിപ്പിച്ചൊരു കാര്യം, ഇതൊരു പുരുഷ ഹൃദയത്തിൻ്റെ മാംസമാണ്. ഇതുപോലെ ഒരു കഷണം ഹൃദയത്തിൽ നിന്ന് മുറിച്ചെടുക്കുക ഡോക്ടർമാർക്ക് അസാധ്യമായ കാര്യം. അപ്പം ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവം നമുക്കായി ചെയ്യുന്നത് എന്താണ്? അത്ഭുതകരമായ കാര്യം. വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത്. രണ്ടാമത്തെ കാര്യം, ദിവ്യകാരുണ്യത്തിൻ്റെ ചില സൽഫലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കിയാൽ ഒരു ദിവസം പോലും ബലിയർപ്പണം ഒഴിവാക്കാൻ നമുക്ക് തോന്നുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു തോന്നൽ പോലും വരത്തില്ല. എങ്ങനെയെങ്കിലും ഒരു ബലിയിൽ പങ്കെടുക്കാൻ ഓരോ ദിവസവും അവസരമുണ്ടായാൽ നമ്മളത് പ്രയോജനപ്പെടുത്തിയിരിക്കും. കാരണം അത്രമാത്രം സൽഫലങ്ങളാണ് വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ നമുക്കുണ്ടാവുക. വിശുദ്ധ ലോറൻസ് ജുസ്റ്റീനിയൻ അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയുടെ സൽഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്
എണ്ണിയാലും എണ്ണിയാലും തീരത്തില്ല. അത്രമാത്രം സൽഫലങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്ക് ലഭിക്കുക. പൗലോസ് ലീഗ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 11-ാം അധ്യായം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. 30-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, നിന്റെ ശരീരത്തിന് സൗഖ്യം, മനസ്സിന് ബലം, ആത്മാവിന് ജീവൻ, ഇതെല്ലാം നൽകാൻ കഴിവുള്ളതാണ് വിശുദ്ധ കുർബാന. ആ ഒരു സന്ദേശം വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ ഈ വിശുദ്ധ കുർബാനയുടെ സൽഫലങ്ങളായിട്ട് യോഹന്നാൻ ശ്ലീഹ എടുത്തു കാണിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലൂടെ ധ്യാനാത്മകമായിട്ടൊന്ന് കടന്നുപോയാൽ മതി. ഒന്നാമത്തെ കാര്യം, ജീവൻ, നിത്യജീവൻ, രണ്ടും ചേർന്ന് പോകുന്നതാണ്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി ജീവനോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ദിവ്യകാരുണ്യം. ജീവൻ, നിത്യജീവൻ. മരണാനന്തരം നമുക്കുണ്ടാകുന്നതാണ് നിത്യജീവൻ എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ജീവനും നിത്യജീവനും പ്രദാനം ചെയ്യുന്നത് വിശുദ്ധ കുർബാന. രണ്ടാമത്തെ സൽഫലമാണ് സൗഹൃദം. മറ്റൊരു പദം കൂടി ഉപയോഗിച്ചിട്ടുണ്ട്, ദൃഢമൈത്രി. ദൈവവുമായിട്ട് നമുക്ക് ഒരു ദൃഢമൈത്രി സാധ്യമാക്കുന്നത് വിശുദ്ധ ബലിയർപ്പണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ സൽഫലമാണ് ഉത്ഥാനം, റിസറക്ഷൻ. കർത്താവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ട് അവനോടൊപ്പം മഹത്വത്തിൽ വാഴാനുള്ള ആ ഒരു അനുഗ്രഹം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ലഭിക്കുന്നു. മരണാനന്തരം അതിൻ്റെ പൂർണ്ണത നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഓരോ ബലിയിലും ഈ സൽഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അവസാനമായിട്ട് അതാണ് നമ്മൾ കാണുക. ഹെബ്രായ ലേഖനം 10:22 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സത്യഹൃദയം നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, നീ പ്രാർത്ഥിച്ചാലും ബലിയർപ്പിച്ചാലും സത്യഹൃദയത്തോടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലവും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. സത്യഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തേതാണ് ശുദ്ധ മനസാക്ഷി. മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ആത്മധൈര്യമുണ്ടാവും. ശുദ്ധ മനസാക്ഷി. മൂന്നാമത്തേതാണ് നിർമ്മലമായ ശരീരം. നമ്മൾ മുഴുവൻ സമയവും പാപസുഖത്തിൽ മുഴുകിയിട്ട് ഞായറാഴ്ചയാണ്, കടമുള്ള ദിവസമാണെന്ന് പറഞ്ഞ് ഒരു കുർബാന കാണാൻ പോയെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഫലം കിട്ടാൻ പോകുന്നുണ്ടോ? നമുക്ക് ശുദ്ധമായ ഒരു ശരീരത്തോടെ കർത്താവിൻ്റെ ആ ബലിയിൽ പങ്കെടുക്കാൻ പറ്റണം. അവിടെ ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കും. വിശുദ്ധ മദർ തെരേസ സൂചിപ്പിച്ചൊരു കാര്യം, വിശുദ്ധ കുർബാനയിലൂടെ അല്ലാതെ ഞങ്ങൾക്ക് ജീവനില്ല, ജീവിതമില്ല, മിനിസ്ട്രി ഇല്ല. അതിൻ്റെ എല്ലാം അടിസ്ഥാനം വിശുദ്ധ കുർബാന. വിശുദ്ധ പാദ്രി പിയോ പറഞ്ഞത്, സൂര്യൻ ഉദിക്കാത്ത ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റും, പക്ഷേ വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് വിശുദ്ധ കുർബാനയെ കണ്ടുകൊണ്ട് അതിനെ പ്രണയിക്കുന്നവരായി മാറുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.